സ്വർഗീയപിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ജനത്തോട് ഇന്ന് രാവിലെ വീണ്ടും സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം കേട്ട് ഇന്ന് രാവിലെ മടങ്ങുവാൻ ആത്മാവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ ഈ പുസ്തകത്തിലെ ഈ 5-ാമത്തെ വാക്യം വളരെ പരിചിതമായ ഒരു പദമാണ്. This verse we have read in the book of Jeremiah chapter 12 is a very familiar verse. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? If you have run with the footmen and they wearied you, how can you contend with the horses? സമാധാന ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? If in the land of peace in which you have trusted they wearied you, how will you do in the floodplain of Jordan? ഈ ഞായറാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ വചനം കർത്താവ് ചില ദിവസങ്ങൾക്ക് മുൻപേ എനിക്ക് നൽകി തരുവാനിടയായി തീർന്നു. The Lord gave me this word for our service today a few days ago. എന്നാൽ ഈ വചനം എങ്ങനെയാണിത് സ്ട്രക്ചർ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടിരുന്നു. I was asking the Lord counsel about how to structure this word. ഇന്നലെ രാത്രിയിലെ തമിഴ് വർഷിപ്പിന് പ്രിയ സാങ്കുട്ടിച്ചായന്റെ ദൈവവചനം സംസാരിച്ചപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഇതിന് കൃത്യമായ ക്ലിയർ ഡയറക്ഷൻ തന്നത്. Last night when Pastor Sam Kuti was preaching from here is when the Lord gave me the right clear understanding. ഇന്ന് രാവിലെ കർത്താവിന് നമ്മോട് പറയുവാൻ ഒരു ദൂതുണ്ട്. There is a word that the Lord has for us this morning. ഈ യെരമ്യാ പ്രവാചകൻ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യെരമ്യാവിന്റെ ഒരു കരച്ചിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. In the same chapter of Jeremiah chapter 12 in verse 1 we see the cry of Jeremiah. അവിടെ ഇങ്ങനെ താൻ കരയുകയാണ്, ഹോവേ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും. He is crying out to God and he's saying, Lord, if I plead with you, you will be judge. എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. Yet let me talk with you about your judgments. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? Why does the way of the wicked prosper? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയരായിരിക്കുന്നത് എന്ത്? Why are those happy who deal so treacherously? യെരമ്യാവിന്റെ ഒരു കരച്ചിലാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. We see the cry of Jeremiah here. നമ്മൾ ചില സമയങ്ങളിൽ ഇപ്രകാരം കരയാറുണ്ട്. And we also cry in a similar fashion. പ്രാർത്ഥിക്കുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ? We always wonder why do people who never pray have no problems, but those of us that pray have so many problems. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? Has anyone ever thought in such a fashion? കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ. When you pray more, you have more problems. കൂടുതൽ ഉപവസിക്കുമ്പോൾ കൂടുതൽ പ്രയാസങ്ങൾ. When you're fasting more, you have more problems. ഇതൊന്നും ചെയ്യാതിരുന്ന ഒരു പ്രശ്നവും ഇല്ല. But if you do nothing, you have no problems. അതിന്റെ മറുപടി എന്താണെന്ന് സാങ്കുട്ടിച്ചാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. And the answer to that question, Sam അത് ഇന്ന് രാവിലെ ഞാൻ കേൾക്കാത്തവരോട് ഒന്നും കൂടെ പറയാ. Those of you that were not here yesterday, I will repeat it for you. കർത്തദാസൻ ഇന്നലെ പറഞ്ഞ ഒരു പദം, general purpose of God and a specific purpose of God. The man of God explained that there is a general purpose of God and a specific purpose of God. എല്ലാവരുടെ മേലും ഒരു ജനറൽ പർപ്പസ് ഉണ്ട്. വീണ്ടും ജനിച്ച എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട്. Everyone who is born again has a general purpose upon them. Praise the Lord. അത് മറ്റുള്ളവരെ സ്നേഹിക്കുക, to love others, മറ്റുള്ളവരെ കരുതുക, to care for others, ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുക, give for the kingdom of God, ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുക, sow for the kingdom ഇങ്ങനെ of പല God, ജനറൽ പർപ്പസ് ഓഫ് ഗോഡ് ഉണ്ട്. and many such general purposes of God. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. But above that there is a greater specific purpose. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. And there is a specific purpose to each and every one of us seated here. ഡാനിയേലിനെ കുറിച്ചുള്ള ഉദ്ദേശമല്ല ജെരമ്യായെ കുറിച്ചുള്ള ഉദ്ദേശം. The intention of God for Daniel is not the same as it is for Jeremiah. ജെരമ്യായുടെ ഉദ്ദേശമല്ല നേതനെ കുറിച്ചുള്ള ദൈവിക The ഉദ്ദേശം. purpose of God over Jeremiah is not the same over അതല്ല എലീശയെ കുറിച്ചുള്ള ഉദ്ദേശം. and that may not be the same purpose over Elisheba. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായ ദൈവിക പർപ്പസ് ഉണ്ട്. And so each one of us has a specific purpose. എന്നാൽ ദൈവിക പർപ്പസ് ഒരുവൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, But when you understand that divine purpose, ആ ദൈവിക പ്രത്യേക പർപ്പസ് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, and when you understand the specific divine purpose, ആ പർപ്പസിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു തുടങ്ങുമ്പോൾ, and when you put your foot forward into that purpose, അവിടെ തൊട്ട് പൈശാചിക പോരുകൾ നമുക്കെതിരെ ഉണ്ട്. From that point onward there is a demonic war waged against ഇപ്പോൾ ഞാൻ you. പറഞ്ഞതുപോലെ ഒരുവൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുന്നത്, ഉപവസിക്കാൻ ആരംഭിക്കുന്ന എപ്പോഴാണ് ചോദിച്ചാൽ, അവന്റെ ജീവിതത്തിൽ അവൻ എവിടെയോ ദൈവം അവനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പർപ്പസ് അവന്റെ ജീവിതത്തിൽ ഹിറ്റായി. In the life of a child of God, when does he begin to fast and pray? It is when he has a clear understanding of the purpose of God over his life. വീണ്ടും ജനിച്ചതുകൊണ്ട് എല്ലാവരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയില്ല. Just because somebody is born again, not everybody will fast and Of pray. course, രാവിലെ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. ഫാമിലി പ്രേയറിന്റെ കാര്യമോ
വൈകിട്ടത്തെ ഫാമിലി പ്രേയറിന്റെ കാര്യമല്ല പറഞ്ഞേ. I'm not talking about your morning prayer or evening prayer or family prayer. പ്രാർത്ഥനയെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമുണ്ട്. I'm talking about a matter where you take prayer seriously. അപ്പൊ പ്രാർത്ഥന സീരിയസ് ആയിട്ട് എടുക്കുക. Taking a prayer very seriously. ഉപവാസം സീരിയസ് ആയിട്ട് എടുക്കുക. Taking fasting very seriously. അതെവിടെയാ സംഭവിക്കുന്നത് ചോദിച്ചാൽ എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എനിക്ക് എവിടെയോ മനസ്സിലായി. That takes place when I have a clear understanding of God's purpose for my life. ആ ദൈവിക പദ്ധതി മനസ്സിലായപ്പോൾ അതിനുവേണ്ടി സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. And when I understand that purpose, I walk into a prayer life of surrender in the presence of God. ദൈവിക നിയോഗം എനിക്ക് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അതിനുവേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു ഉപവാസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക. And when I understand the purpose of God, surrendering to that purpose, I may enter into fasting. എന്നാൽ അങ്ങനെ ഒരു പ്രത്യേക ജീവിതം, ആ പർപ്പസ് ഫുൾഫിൽമെന്റ് ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ അത് താല്പര്യപ്പെടാത്ത ഒരു ശത്രു എനിക്കെതിരെ പോരുകൾ ആരംഭിക്കുകയാണ്. And when I begin to step into that purpose and into that prayer, there is an enemy that dislikes your move and wages a war against you. ഇന്നലെ വരെ ആ പുള്ളിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. Until yesterday, this man had no problems against you. ശത്രുവിനെ ഞാൻ ഒരിക്കൽ പോലും അവന്റെ പ്രവൃത്തിയോട് ഞാൻ ഒരിക്കൽ പോലും എതിര് നിന്നിട്ടില്ല. And I have not stood against the work of the enemy until now. അതുകൊണ്ട് ശത്രുവിന് എന്നോട് ഒരു പ്രശ്നമില്ലായിരുന്നു. And so he had no problems with me എന്നാൽ either. ഞാൻ എന്ന് ശത്രുവിനെതിരായി തീർന്നു, But when I became contrary to the ആ enemy, സെക്കൻഡ് തൊട്ട് ശത്രു എനിക്കെതിരായി തീരുകയാണ്. my adversary becomes contrary to me. ശത്രു എതിരായി തീർന്നപ്പോൾ അത് ശത്രു മനുഷ്യനെ മനുഷ്യ കരങ്ങൾ കൊണ്ട് എനിക്കെതിരാക്കി തീർക്കുകയാണ്. And when the enemy becomes contrary to me, he uses people and people's hands to become contrary to me. ജോലി ചെയ്യുന്നിടത്ത് ജോലി ചെയ്യുന്ന ജോലിക്കാർ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ ബോസ് എതിരായി തീരുകയാണ്. And when you're working in your workplace, your co-workers and your boss may turn against you. കുടുംബത്തിലാണെങ്കിൽ ചിലപ്പോൾ കുടുംബാംഗങ്ങൾ ചിലപ്പോൾ എതിരായി And തീരുകയാണ്. even in your household, members of your family may become പിശാചിന് contrary. ഉപയോഗിക്കാവുന്നവരെ മുഴുവൻ നമുക്കെതിരെ ഉപയോഗിച്ചു തുടങ്ങും. And anyone that the enemy can use, all of them will be used കാര്യം എന്തെന്ന് against ചോദിച്ചാൽ you. ഞാൻ ഈ പർപ്പസ് ഫുൾഫിൽ ചെയ്താൽ പൈശാചിക രാജ്യം അവിടെ എവിടെയോ ഇടിയപ്പെടുവാൻ Because if തുടങ്ങുകയാണ്. I complete my purpose, the kingdom of Satan will be broken in some place. പൈശാചിക മേഖല എവിടോ ഇടിയപ്പെടാൻ പൈശാചിക മേഖലയ്ക്ക് അറിയാവുന്നത് കൊണ്ട് അവൻ ബന്ധനം ഇടുവാൻ തുടങ്ങും. And so when the enemy understands your purpose and his kingdom is about to break, he begins to wage a war അവൻ against മതില് കെട്ടാൻ you. തുടങ്ങും. And so there is problems. അവൻ എനിക്കെതിരെ ശത്രുക്കളെ ഉണ്ടാക്കാൻ തുടങ്ങും. And he creates enemies against me. എന്നാൽ അകത്ത് പദ്ധതിയുള്ളവനെ തകർക്കാൻ ഈ ഒരു പരിപാടിക്ക് കഴിയത്തില്ല. But if there is a purpose on the inside of you, there is no work of the enemy that will അകത്ത് prosper. ഉദ്ദേശമുള്ളവനെ തകർക്കാൻ ഒരു ഫറവോന് ശക്തി കഴിയത്തില്ല. No Pharaoh can hinder the work of God in the life of an anointed person. അകത്ത് നിയോഗമുള്ളവനെ തകർക്കാൻ ലോകത്തിലെ ഒരു രാജ്യത്വത്തിന് കഴിയത്തില്ല. No kingdom can conquer one who has the purpose of God in him. ഈ പാർശ്വ ശക്തികളൊക്കെ നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തും. And all these powers against you may come against you in a challenge. എന്നാൽ അത്യന്ത വിജയം ഒരു ദൈവ പൈതലിന് മാത്രമുള്ളതാണ്. But the greatest victory is reserved for the children of God. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. I praise God for those of you that believe. ഇന്ന് രാവിലെ ഞാൻ ഈ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And this morning I desire to put forth this thought before you. യിരെമ്യാവ് എന്ന് പറയുന്ന ഈ പ്രവാചകൻ This prophet named വലിയ Jeremiah, ഒരു പ്രവാചകൻ. he is a great prophet. രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ താൻ എഴുതിയിട്ടുണ്ട്. യിരെമ്യാ പ്രവചന പുസ്തകവും വിലാപങ്ങളുടെ പുസ്തകവും. He has written two prominent books, the book of Jeremiah and the book of തന്നെ Lamentations. അറിയപ്പെടുന്ന കരച്ചിലിന്റെ പ്രവാചകൻ എന്നാണ്. He is known as the crying prophet. താൻ ഒരു ഹിൽക്കിയ പുരോഹിതന്റെ മകനായിരുന്നു. He was the son of Hilkiah the priest. ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അത് കാണുവാൻ കഴിയുന്നുണ്ട്. We see that in the book of Jeremiah സഭയോടേക്ക് chapter 1 and വായിച്ചാട്ടെ verse 1. 1-ാമത്തെ വാക്യം. യെസ് ആന്റി. Alright. അപ്പോൾ യിരെമ്യാവ് എന്ന് പറയുന്ന ഈ പ്രവാചകൻ ഒരു പുരോഹിതന്റെ വീട്ടിലാണ് ജനിച്ചു വളർന്നത്. So we read in Jeremiah 1 verse 1 that the prophet Jeremiah was born into the household of a priest and was raised. എന്നാൽ ഈ
ഈ പ്രവാചകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി പ്രവചന ശുശ്രൂഷയായിരുന്നു. But the purpose of God concerning Jeremiah was a prophetic call. ഹിൽക്കിയാവിന്റെ മകനായി പുരോഹിതന്റെ മകനായിട്ടാണ് ജനിച്ചു വളർന്നതെങ്കിലും ഇവനെ ദൈവം വിളിച്ചത് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. Even though he is born as the son of a priest, God is calling him to a prophetic ministry. ഒന്നാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഇവനെ ദൈവം ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവൻ ദൈവത്തോട് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ ബാലനാണ്, ഞാൻ കഴിവില്ലാത്തവനാണെന്ന് ദൈവത്തോട് ഇവൻ പറയുകയാണ്. Even in chapter 1 when God tells him about his prophetic calling, we see Jeremiah responding, I am but a youth and I do not have it in me. അപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. And so the Lord speaks back to him and says, even before you were formed in your mother's womb, I have appointed you as a prophet to the nations. അവിടെ നിന്ന് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. Let me say one word there. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലേ, നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. Born again child of God, let me remind you, even before you were created in your mother's womb, God had a purpose for your നീ life. തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ആ ദൈവിക പദ്ധതി നിന്റെ മേൽ നിറവേറണമെന്നുള്ളത് ദൈവത്തിന് വലിയ പദ്ധതി, അത് ആഗ്രഹമുള്ള ഒരു Even കാര്യമാണ്. if you understood it or not, there is a great purpose of God and his desire is to complete it. ഇത് പറയുമ്പോൾ രണ്ട് കാര്യം ഞാൻ പറയട്ടെ. Let me say two things here. രണ്ട് ദിനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ. In the life of a Christian, 2 days are very important. ഒന്ന്, നാം ജനിച്ച ദിവസം. First is when we were born. രണ്ട്, നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നാം തിരിച്ചറിഞ്ഞ ദിവസം. The second day is when we understand the purpose of God concerning us. വീണ്ടും നാം ജനിച്ചതും വീണ്ടും ജനിച്ചതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നാം തിരിച്ചറിയുക എന്നുള്ളത്. As important as the day of your birth and the day of your rebirth is the day when you understand the purpose of God concerning you. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവിക പദ്ധതി എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്? So let me ask the people of God before me this നിങ്ങൾ morning, കാര്യങ്ങൾ how many of ഉയർത്തണ്ട you എങ്കിലും ഇന്ന് രാവിലെ ആത്മാവിൽ നിങ്ങളോട് തന്നെ ചോദിച്ചാട്ടെ, നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ്? ask yourselves this morning, do I know the purpose of God concerning me? ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? What is the purpose of God concerning each one of you? തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ജോലി ചെയ്ത് സ്തോത്രം കുടുംബം പുലർത്തി ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണോ നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി? Is God's purpose simply for you to live a life where you work from Monday to Saturday and live a life? അതിനേക്കാൾ ഉപരിയായി ദൈവരാജ്യത്തിന് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? Is there a greater purpose, a grander purpose above this? ഇന്ന് രാവിലെ ഈ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടക്കട്ടെ. Let this question be on the depth of അതിന് your മറുപടി heart this പറഞ്ഞില്ലെങ്കിലും morning. ഇന്ന് രാവിലെ ഈ ചോദ്യത്തോട് നിങ്ങൾ എപ്പോഴെങ്കിലും മറുപടി പറയണം. You need to be able to answer to this question this morning. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. There is a purpose of God concerning അത് you. തിരിച്ചറിയുവാൻ നാം കഴിയണം. We need to be able to discern that. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. എന്നാൽ 12ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ So when we come to chapter 12, ഇപ്പോൾ യെരമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ വളരെ വിഷണ്ണനായി തീർന്നിരിക്കുകയാണ്. now this prophet named Jeremiah has become greatly grieved in the spirit. എന്തുകൊണ്ടാണ് താൻ ദുഃഖിതനായി തീർന്നിരിക്കുന്നത്? Why has he become grieved? അതിന്റെ കാരണം 11ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 19ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. So we read that reason in Jeremiah chapter 11 verse 18 onwards. യിരെമ്യാവ് പറയുകയാണ്, നാം വൃക്ഷത്തെ ഫലത്തോടുകൂടെ നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിച്ചു കളയാന്നിങ്ങനെ അവർ എന്റെ നേരെ ഉപായം നിരൂപിച്ചു. They had plotted and devised schemes against me, saying, let us destroy the tree with its fruit and let us cut him off from the land of the living. അങ്ങനെയാണെങ്കിൽ ജീവനുള്ളവരുടെ ദേശത്തു നിന്നും എന്റെ പേർ ഓർക്കാതെ വണ്ണം എന്നെ ഛേദിച്ചു കളയുവാൻ ആരൊക്കെയോ ഒരുങ്ങപ്പെട്ടിരിക്കുകയാണ്. So somebody has prepared themselves to destroy me and cut me off from the land of the living. അതാരാണെന്ന് 21ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. We know who that person is by reading അവിടെ verse എഴുതിയിരിക്കുന്ന പദം 21. ഇങ്ങനെയാണ്, നീ ഞങ്ങളുടെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് അവനോട് പറയുകയാണ്. We see that the men of Anatoth who seek your life, saying, do not prophesy in the name of the land in the name of the Lord, lest you die by your അവിടെ ഒരു hand. ദൂതുണ്ട്. There is a prophetic word there. അപ്പോൾ ഇവനെ എന്തുകൊണ്ടാണ് ഇവർ കൊല്ലുവാൻ ശ്രമിച്ചത്? So why are they trying to destroy him? 21ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവൻ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചു. We read in verse 21, he was prophesying in the name of the അപ്പോൾ Lord. ദൈവിക ദൂത് അകത്തുള്ള
പ്രവചിക്കുന്നവനെ കൊല്ലാൻ എല്ലാ കാലത്തും ശത്രു ശ്രമിക്കും. In every season of life, the enemy will seek to destroy the life of him who prophesies in the name of the ദൈവത്തിന്റെ Lord. ശബ്ദം അകത്തുള്ളവനെ തകർക്ക് കളയുവാൻ ശത്രു എല്ലാ കാലത്തും In ശ്രമിച്ചുകൊണ്ടിരിക്കും. every season of life, the enemy will always work to destroy he who prophesies in the name of അത് the Lord. ആരൊക്കെയാണെന്ന് 22-ാമത്തെ വാക്യത്തിൽ 21-ന്റെ അവസാനത്തെ പദം ഇങ്ങനെയുണ്ട്. We see about their names. നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. In verse 21, the Bible says it was the men of Anathoth who were seeking his life. ആരാണ് അനാഥോത്തുകാർ? Who are the men of Anathoth? ആരാണ് പറഞ്ഞാട്ടെ? Who are the men of Anathoth? അമ്മാമ എന്താ വായിച്ചത് അനാഥോത്തുകാരെ കുറിച്ച്? 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. In chapter 1 and verse 1. അനാഥോത്തുകാർ ആരാണെന്ന് ചോദിച്ചാൽ പുരോഹിതന്മാർ വസിക്കുന്ന ഒരു നഗരമാണ് അനാഥോത്ത്. We see in chapter 1 verse 1 that Anathoth is the land where the priests were living. 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു അനാഥോത്തിലെ പുരോഹിതന്മാരിൽ. We see the priests who were in Anathoth. അപ്പോൾ യിരെമ്യാവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പുരോഹിതന്മാരാ നശിപ്പിക്കാൻ ശ്രമിച്ചത്. So who was seeking to destroy Jeremiah's life? It was the very priests he lived with. ആരാണ് ഈ പുരോഹിതന്മാർ? ആരാണ്? Who are these priests? ആരാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. അവർ അനാഥോത്തുകാരാണ്. We know that they are men of Anathoth. അവരെ കുറിച്ച് 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു. And again we read about them in chapter 12 and verse നിന്റെ 6. സഹോദരന്മാരും പൃഥുഭവനും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. Even your house, even your brothers and the house of your father have dealt treacherously. അപ്പോൾ with you. അങ്ങനെയാണെങ്കിൽ അനാഥോത്തിൽ താമസിക്കുന്ന മറ്റു പുരോഹിതന്മാരും ഇവന്റെ കസിൻസ് ആണ്. So the priests that are living in Anathoth are his cousins. ഇവര് ഫാമിലി മെമ്പേഴ്സ് ആണ്. They are family members. ഇവരാണ് ഇവനെതിരെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. And these are the people dealing treacherously with അപ്പോൾ ഇങ്ങനെ Jeremiah. ദ്രോഹം ചെയ്യാനുള്ള കാരണം എന്താണ്? And what is the reason for their treacherousness? സ്തോത്രം. 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു ഇവൻ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു എന്നൊരു കാരണമാണ്. We read in chapter 11 it was because Jeremiah was prophesying in the name of the അപ്പോൾ Lord. അന്നത്തെ പുരോഹിതന്മാരെ കുറിച്ച് പറയുന്ന ഒരു പദം 5:31 കാണാൻ കഴിയുന്നുണ്ട്. We read about the priests of that time period in chapter 5 and verse 31. അവിടെ പറയുന്നു പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. The priests prophesy in vain. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. And the priests rule by their own power. അത് എന്റെ ജനത്തിന് ഇഷ്ടമാകുന്നു. And my people love to have it എന്നാൽ so. യിരെമ്യാ പറയാണ് ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? But what will you do in the end? അപ്പോൾ Jeremiah ഇവിടെ asks. സംഭവിക്കുന്ന കാര്യം പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരു ആയി നിന്ന് അധികാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. So what is happening here is that the priests and the prophets are exerting their own power and prophesying falsely. അവർ ദൈവത്തിന്റെ ആലോചന കേൾക്കാതെ അവർ വ്യാജമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. Without seeking the counsel of God, they are prophesying falsely. അവർ വ്യാജമായി സംസാരിക്കുന്നത് കേൾക്കാൻ ജനത്തിനും ഇഷ്ടമായി തീർന്നു. And even the people are loving to have it so. അങ്ങനെ സ്തോത്രം. ദൈവത്തിൽ നിന്ന് അകന്ന ഒരു ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്ന പ്രവചന ശബ്ദമാണ് യിരെമ്യാവോട് And പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. so the voice of Jeremiah the prophet was the voice to call the people back to the Lord who had strayed from him. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. We see in verse 21, because of the broken wounds of my people, I also have been broken. അപ്പോൾ ജനം മുറിപ്പെട്ടിരിക്കുമ്പോൾ സ്തോത്രം ജനം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ അത് കണ്ട് മുറിവേറ്റ് നടക്കുന്ന ഒരു പ്രവാചകനാണ് യിരെമ്യാവെന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. So we see that Jeremiah was a prophet who saw the brokenness of his own people and became hurt and became mourning himself. ഇങ്ങനെ ദൈവിക നിയോഗത്തെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന യിരെമ്യാവിനെ And such a prophet who is fulfilling his own purpose കൊല്ലുവാൻ ശ്രമിക്കുന്ന സ്വന്തക്കാരായ വീട്ടുകാരെ നമുക്കിവിടെ കാണുകയാണ്. is met with his own people of his own household seeking to destroy ഈ him. സമയത്ത് യിരെമ്യാവ് നിരാശപ്പെട്ടു. And at this point he becomes hopeless. മുഴുവൻ പ്രത്യാശയും തീർന്നവനായി അവൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. And he enters into the presence of God having lost all hope. സ്തോത്രം. ഇങ്ങനെ പ്രതീക്ഷ അവസാനിച്ച് ദൈവ
ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവം അവനോട് പറയുന്ന പദമാണ് നമ്മൾ ഇവിടെ വായിക്കുവാനിടയായി തീർന്നത്. And as he enters the presence of God, having lost all hope, the response of God is what we have read. ദൈവം അവനോട് പറയുകയാണ്, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ നീ മത്സരിച്ചോടും? If you run with the footmen and they have wearied you, then how can you contend with the horses? അങ്ങനെയാണെങ്കിൽ സമാധാന ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാറ്റിൽ നീ എന്ത് ചെയ്യും? And if in the land of peace in which you trusted they wearied you, how will you do in the floodplain of Jordan? യിരെമ്യാവ് ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങളും മറ്റു പലതായിരുന്നു. And many questions were asked by Jeremiah unto the Lord. യിരെമ്യാവ് ദൈവത്തോട് ചോദിച്ച ന്യായങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. Jeremiah was asking about justice unto the Lord. എന്നാൽ ദൈവം അവന് മറുപടി പറയുന്നത് ടോട്ടൽ ഡിഫറന്റ് ആയിട്ടൊരു ആൻസർ ആണ്. But the answer that God gives Jeremiah is completely unrelated. എന്നാൽ യിരെമ്യാവിന്റെ അകത്തിപ്പോൾ നടക്കുന്ന കലുഷിത അവസ്ഥ മനസ്സിലാക്കിയ ദൈവം അതിനിവിടെ മറുപടി പറയുകയാണ്. But understanding the toil of Jeremiah's heart, God is giving a response here. നീ കാലാളുകളോടുകൂടി ഓടിട്ട് ക്ഷീണിച്ചു പോയാൽ നീ മത്സര കുതിരകളോടുകൂടി നീ എങ്ങനെ ഓടും? If you have run with footmen and they have wearied you, how can you contend with horses? അങ്ങനെയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഇങ്ങനെയാണ് ദൈവം അവനോട് പറയുന്നത്, അനാഥോത്തിലെ പുരോഹിതന്മാർ, നിന്റെ കസിൻസ്, നിന്റെ സ്നേഹിതര്, നിന്റെ ചർച്ചക്കാര് നിന്നെ ലജ്ജിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ നീ ക്ഷീണിച്ചു പോയാൽ ഇനിയും നിനക്ക് മുന്നോട്ടുള്ള ഓട്ടത്തിന്റെ തീവ്രത ആഴമേറിയതാണ്. നിനക്ക് മുന്നോട്ടുള്ള നിയോഗത്തിന്റെ ആഴം അധികമാണ്. ആ വെല്ലുവിളികൾ അധികമാണ്. ആ വെല്ലുവിളികളെ നീ എങ്ങനെ അതിജീവിക്കുവാനിടയായി തീരും? So God is asking Jeremiah, if you have run with your own members of your own household who have dealt treacherously with you, there is a greater path ahead of you, a greater calling and a deeper purpose with which you need to run for. ഇന്ന് രാവിലെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന ദൈവവൈദ്യരെ ആത്മാവ് നിന്നോട് ചോദിക്കുന്നു, ഈ പ്രതികൂലത്തിന് നടുവിൽ നീ തകർന്നു പോയാൽ, നീ ഇതിന്റെ നടുവിൽ ക്ഷീണിച്ചു പോയാൽ, നിന്റെ മേലുള്ള നിയോഗത്തിന്റെ ആഴം വലുതായതുകൊണ്ട് വെല്ലുവിളികൾ അവസാനിച്ചുവെന്നല്ല, വെല്ലുവിളികൾ അധികം നിന്നെ നോക്കിയിരിപ്പുണ്ട്. എന്നാൽ എങ്ങനെ നിൽക്കാൻ ആ വെല്ലുവിളികളെ നേരിടുവാൻ കഴിയും? If you become wearied by the troubles of today, the greater purpose and the deeper purpose which is ahead of you is still ahead of you, and the war that is being waged against you still rages on. How will you contend? യിരെമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യിരെമ്യാവ് പൊട്ടക്കിണറ്റിൽ കടന്നതായിട്ട് നമുക്ക് പിന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. We see that Jeremiah was in the empty well. യിരെമ്യാവ് കുണ്ടറയിൽ കടന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We also see that he was thrown into the cave. യിരെമ്യാവ് ആമത്തിൽ പൂട്ടപ്പെട്ടത് കാണുവാൻ കഴിയുന്നു. We see that he was locked up in Amath. ഇപ്പോൾ അനാഥോത്തുകാർ മാത്രമാണ് തനിക്കെതിരെങ്കിൽ അടുത്ത അധ്യായങ്ങളിലേക്ക് മറിച്ചു വരുമ്പോൾ യഹൂദ മുഴുവൻ തനിക്കെതിരായി തീരുന്നത് കാണാൻ കഴിയും. And not only the people of Anathoth, we also see the entire people of Judea rose up against him. സ്തോത്രം. യഹൂദ രാജ്യം തനിക്കെതിരായി തീർന്നു. യഹൂദ രാജാവ് തനിക്കെതിരായി തീരുകയാണ്. The people of Judah and the king of Judah became controversial. എന്നാൽ ദൈവത്തിന് യിരെമ്യാവിനെ കുറിച്ചൊരു നിയോഗമുണ്ട്. But there was a purpose of God over Jeremiah. എന്താണ് യിരെമ്യാവിന് ദൈവത്തെ കുറിച്ചുള്ള നിയോഗം? What is the purpose of God concerning ദൈവത്തിന്റെ Jeremiah? നിയോഗം ജാതികളുടെ പ്രവാചകനായി അവൻ ദൈവം നിയമിച്ചിരിക്കുകയാണ്. God's purpose was that he would be the prophet to the nations. ചില സമയങ്ങളിൽ ദൈവം നമ്മെ ഒന്ന് ഉരച്ചു നോക്കും. Sometimes God will rub a friction against you. ദൈവിക പദ്ധതി പൂർത്തീകരിക്കുവാൻ സ്തോത്രം അതിനുവേണ്ടി ഇപ്പോൾ പോകുന്ന വെല്ലുവിളിയെ തരണം ചെയ്യുവാൻ നാം തയ്യാറാണോ എന്ന് ദൈവം ചില സമയങ്ങളിൽ ഉരച്ചു നോക്കും. Sometimes God will place a friction up against you to help you understand that there is a greater challenge and a greater battle ahead of your purpose. ഇന്ന് രാവിലെ ഞാൻ ഇത് പറയുമ്പോൾ ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങൾ എന്റെ മുൻപിൽ കടന്നു വരികയാണ്. As I share this with you, 2 or 3 people's experiences, I'm remembering them. ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. We see about a man named Gideon in the book of Judges and chapter 6. ഈ ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തി മിദ്യാനയുടെ കയ്യിൽ തന്റെ ഗോതമ്പ് പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് അവൻ ഗോതമ്പ് മെതിക്കുന്നത് 6-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. We see in chapter 6 that this Gideon was trying to save the harvest of the wheat from the Midianites, and he was threshing it in the threshing floor. ഈ സമയത്ത് ദൂതൻ അവന്റെ അടുത്തിൽ വന്ന് പറയാണ്, അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. At this time an angel visits him and says, you
you man of valor, God is with you. പർപ്പസ്ലെസ് ആയിരുന്ന ഒരു മനുഷ്യനോട് ദൈവം പറയാണ്, I have a purpose for you. You are a mighty valor of God. God is revisiting a man who felt purposeless, and കർത്താവ് പറയുന്നു, നിന്നെ കുറിച്ച് എനിക്കൊരു ഉദ്ദേശമുണ്ട്, പരാക്രമശാലിയാണ്. You are a man of valor. അടുത്ത പദം പറയുകയാണ്, സ്തോത്ര, നിന്റെ ഈ ബലത്തോടെ നീ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാനയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. And God responds, go with the strength that you have, I will deliver you from the hand of the Midianites. അങ്ങനെയാണെങ്കിൽ ഗിദെയോനെ, നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ മിദ്യാനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുവാനുള്ള ദൈവിക നിയോഗമാണ് നിന്റെ മേൽ ഈ പദത്തിൽ കൂടെ ഞാൻ കൈമാറുന്നത്. Oh Gideon, I'm giving you a message this morning to help you understand that the purpose of God over your life is for you to deliver the people out of the hand of the Midianites. എന്നാൽ ദൈവിക പദ്ധതി ഗിദെയോൻ അത് ആത്മാവിൽ സ്വീകരിച്ചതിന് ശേഷം, and after he received it into his spirit, 6-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ we come to chapter 6 and verse ഗിദെയോൻ 32. ചെയ്തൊരു കാര്യമുണ്ട്. പിതാക്കന്മാരുടെ ബലിപീഠങ്ങളെ താൻ ഇടിച്ചു കളയുവാനിടയായി തീർന്നു. There is something that Gideon does. He begins to tear down the altars of his forefathers. പ്രതിഷ്ഠകളും ബലിപീഠങ്ങളും ബിംബങ്ങളും രാജ്യം മുഴുവൻ നിറഞ്ഞിരുന്നപ്പോൾ തന്റെ കുടുംബ ക്ഷേത്രങ്ങളെ ബിംബങ്ങളെ താൻ ഇടിച്ചു കളയുവാനിടയായി തീർന്നു. When the land was filled with the altars, the images and the pillars of Baal and Ashtoreth, we see that Gideon was ready to tear down the altars of his fathers. ഇത് ഇടിച്ചു കളഞ്ഞപ്പോൾ 32-ാമത്തെ വാക്യം പറയുകയാണ്, ഇവൻ അവന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് അന്ന് യെരുബാൽ എന്ന് പേരിട്ടു. We see that on that day in verse 32, they called him Jerubbaal, saying, let Baal plead against him because he has torn down his altar. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെ ഇവന്റെ പേര് ഗിദെയോൻ എന്നായിരുന്നു. Your name until today was Gideon. എന്നാൽ നിയോഗം ലഭിച്ചവൻ ഇപ്പോൾ ബാലിന്റെ വിഗ്രഹങ്ങളെ ഇടിച്ചു കളഞ്ഞപ്പോൾ അവന്റെ പേര് ദേശം മാറ്റി. Even the land gave him a new name when he understood his purpose and tore down the altars of Baal. അവന് പുതിയ പേര് കിട്ടിയ പേരാണ് യെരുബാൽ. His new name was Jerubbaal. യെരുബാൽ എന്ന് പറഞ്ഞാൽ ബാലിന്റെ ശത്രു എന്നാണ്. Jerubbaal means the enemy of Baal. അങ്ങനെയാണെങ്കിൽ നിയോഗം പ്രാപിച്ചവൻ ബാലിന്റെ ശത്രുവാണ്. In other words, somebody who has received the purpose of God is the enemy of Baal. ബാലിന്റെ ശത്രുവായി തീർന്നാൽ ബാൽ നിനക്കെതിരായി തീരും. If you become the enemy of Baal, Baal is adversarial to you. അപ്പോൾ ഇതാ ജനം ദൈവ ഇപ്പോൾ ഗിദെയോൻ എതിരായി തീരുകയാണ്. And so the people become contrary to Gideon. 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗിദെയോനെ കുറിച്ച് പുസ്തകം പറയുന്നു, അനന്തരം ഗിദെയോൻ എന്ന യെരുബാലും. And so when we come to Judges chapter 7, we see that Gideon is called Jerubbaal. അങ്ങനെയാണെങ്കിൽ ജനം അവന് പുതിയ പേരിട്ട് വിളിക്കുകയാണ്, യെരുബാൽ. And so the people are calling him by a new name, Jerubbaal. യെരുബാൽ, Jerubbaal, യെരുബാൽ, Jerubbaal, യെരുബാൽ. Jerubbaal. ദേശം കുടുംബം എതിരായി തീർന്ന പേരാണ്. This is the name that was given to him when the land and the people became adversarial. എത്ര പേര് ഇന്ന് രാവിലെ എന്നോട് കൂടെ ഈ ദൂത് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്? How many of you are understanding the message of God this morning in the Holy Spirit? നിയോഗം അകത്ത് വീട് കഴിഞ്ഞാൽ your ministry, your spiritual life is not going to be the bed of roses. കർത്താവിന്റെ പദ്ധതി മനസ്സിലാക്കിയവർക്ക് ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ബെഡ് ഓഫ് റോസസ് അല്ല. നിയോഗം അകത്ത് വീണ് കഴിഞ്ഞാൽ ജീവിതത്തിൽ വീണ്ടും പ്രതികൂലം ആരംഭിക്കുക. If the purpose of God is on the inside of you, life becomes contrary to you. വെല്ലുവിളികൾ നിന്റെ ജീവിതത്തോട് നേരിടാൻ തുടങ്ങിയ Many challenges and wars begin to be waged against you. ഗിദെയോൻ മാത്രമല്ല, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, not only Gideon, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, when we talk about Jesus, ഇപ്പോൾ 30 വർഷം അവൻ ഭവനത്തിൽ നസ്രയത്തിൽ പാർത്തു. for 30 years in his own house in Nazareth Jesus lived. എന്നാൽ നിയോഗം പൂർത്തീകരിക്കുവാൻ അവൻ യോർദാൻ വിട്ട് സ്നാനജലത്തിൽ നിന്ന് പുറത്തു വന്ന് ഗലീലയിലേക്ക് ചെന്നു. In order to fulfill his purpose, coming out of the Jordan, he proceeds into Galilee. തിരുവചനം പറയുന്നു, അവൻ നസ്രയത്തുകാർ അവന്റെ ഹൗസ് ടൗൺ തനിക്കെതിരായി തീർന്നു. We see that his own people out of Nazareth become adversarial to Jesus. ബൈബിൾ പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ കൈവിട്ടു. We read that he came to his own rejected him. സദൂക്യരും പരീശന്മാരും അവനെതിരായി തീർന്നു. The Sadducees and the Pharisees became adversarial. അങ്ങനെയാണെങ്കിൽ നിയോഗം അകത്തുണ്ടെങ്കിൽ നിനക്ക് അനുകൂല അനുഭവമല്ല ഉണ്ടാകുന്ന മുഴുവൻ ശത്രുക്കൾ വർദ്ധിക്കുകയാണ്. So when you have understood the purpose of God, the situation is not favorable to you. It is contrary. പ്രതികൂലം
ജീവിതം മുഴുവൻ പ്രതികൂലം Your വർദ്ധിക്കുകയാണ്. entire life is multiplying with contrarial ജീവിതത്തിൽ മുഴുവൻ problems. പ്രതിസന്ധി വർദ്ധിക്കുകയാണ്. You are facing tribulations along your അപ്പോൾ life. നിയോഗം അകത്ത് കയറിയാൽ നിന്റെ ജീവിതം മുഴുവൻ പ്രതികൂലത്തിലൂടെ പോവാൻ And so when പോവാണ്. you understand your purpose, your life becomes filled with adversarial contrary. ഉറാബ ശാന്ത രാധ റീബ ലാദ. ഓഹോ. Praise the Lord. Praise the Lord. Praise the Lord. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. One more example I'll give you. രണ്ടാമത്തെ മിഷണറി യാത്ര പൗലോസ് In his second missionary journey, the man of God, Paul. താനായിരിക്കുമ്പോൾ 12-ാം അധ്യായമാണെന്ന് വിശ്വസിക്കുന്നു. I believe it is the book of Acts in chapter 12. 12-ാം അധ്യായത്തിൽ സ്തോത്രം praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. 16-ാം അധ്യായത്തിൽ When we go to Acts chapter 16, അവൻ ലുസ്രയിലും ഇക്കോനിയിലുമുള്ള സ്തോത്രം. ഓക്കെ, മുന്നോട്ട് വരുമ്പോൾ 6-ാമത്തെ വാക്യം. ആസിയിൽ വചനം പ്രസംഗിച്ചിരുന്ന പരിശുദ്ധാത്മാവ് വിലക്കിയാൽ ഫുഗിയിലും ഗലാത്യ ദേശത്തുകൂടെ സഞ്ചരിച്ചു. we see that when they had gone through Phrygia and the region of Galatia, they were forbidden by the Holy Spirit to preach the word in Asia. ബിദുനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. And from Mysia they tried to enter into യേശുവിന്റെ ആത്മാവോ Bithynia, അവരെ but സമ്മതിച്ചില്ല. the Spirit did not permit them. അവൻ മുസ്യ കടന്ന് തൊറവാസിലെത്തി. So passing Mysia, they reached 9-ാമത്തെ Troas. വാക്യം ഇങ്ങനെ പറയുന്നു, അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോനിക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്. Then we read in the night Paul has a vision of a man in Macedonia. നീ മക്കദോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു. He sees a vision of a man pleading with Paul to come to Macedonia and help അപ്പോൾ us. രണ്ടാം മിഷണറി യാത്രയിൽ ആയിരിക്കുന്ന പൗലോസിന് ഒരു സ്പെഷ്യൽ മിഷൻ. There was a special mission in his second missionary journey for Paul. ഒരു സ്പെസിഫിക് പർപ്പസ്. A specific purpose. എന്താ പർപ്പസ്? What is that purpose? മാസിഡോനിയക്കാരൻ ഒരുവൻ തന്നെ ദർശനത്തിൽ വിളിക്കുകയാണ്. There is a man from Macedonia in his visions calling for help. ഈ ദർശനം കണ്ട പൗലോസ് Having seen this vision, അടുത്ത പാരഗ്രാഫിൽ കാണുവാൻ കഴിയുന്നു താൻ ഫിലിപ്പിയ പട്ടണത്തിൽ എത്തിച്ചേരുകയാണ്. we see that Paul goes into the land of Philippi in the next verse. ഇപ്പോൾ ഫിലിപ്പിയ പട്ടണത്തിൽ എത്തിച്ചേർന്നു. ശബത്ത് നാളിൽ താൻ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പുഴുവക്കത്ത് ചെന്നപ്പോൾ കുറെ സ്ത്രീകളെയാണ് താൻ കാണുന്നത്. And when he goes to Philippi, he thought there would be a place of prayer on the day of Sabbath, but when he went to the river, he only sees women there. അപ്പോൾ സ്പെസിഫിക് പർപ്പസ് ഉണ്ടായവൻ ഇപ്പോൾ ദർശനത്തിൽ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്നപ്പോൾ താൻ നോക്കി നടക്കുകയാണ്. ഇപ്പോൾ ദർശനത്തിൽ കണ്ട ആ പുരുഷൻ ആരാണെന്ന്. He has a vision of a man pleading with him. He goes to the land, and in that place he's looking for that man. എന്നാൽ ആ മനുഷ്യനെ കണ്ടില്ലെന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ കണ്ടില്ല അവിടെ. Not only did he see that man, he could not see any man in that കണ്ടത് കുറെ place. സ്ത്രീകളെ മാത്രമാണ് കണ്ടത്. All he sees are women by the അപ്പോൾ ഈ seashore. സമയത്ത് സ്തോത്രം കണ്ട സ്ത്രീകളോട് താൻ സുവിശേഷം പറയാൻ And തുടങ്ങിയാണ്. so he begins to preach the gospel to the women that he sees on the river ഇത് banks. പറയാൻ തുടങ്ങിയപ്പോൾ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തുയതൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലൂദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. And now we read in verse 16 that there was a slave girl possessed with the spirit of divination who was making much profit for them. പൗലോസ് സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ടതിന് കർത്താവളുടെ ഹൃദയം തുറന്നു. Sorry, in verse 14 we read about a Lydia who was listening to the word of God, and the Lord opened her heart. അപ്പോൾ ഇതാ വചനം പറഞ്ഞുകൊണ്ടിരുന്ന പൗലോസ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുവളുടെ ഹൃദയം തുറക്കപ്പെടുകയാണ്. And so as Paul is preaching, one woman's heart is opened. അത് മക്കദോനിയക്കാരിയല്ല, She is not a Macedonian woman. മറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന തുയതൈരക്കാരിയാണ്. We see that she's a woman from the city of വിളിച്ചത് Thyatira. മക്കദോനിയക്കാരനാണ്. The man that called him was Macedonian. എന്നാൽ സ്തോത്രം ഇപ്പോൾ വിളി കേട്ട് ഹൃദയം തുറന്നത് തുയതൈരക്കാരിയാണ്. But having heard the call, the heart of the woman opened was a woman from Thyatira. തീർന്നില്ല. അടുത്ത പാരഗ്രാഫിൽ പറയുന്നു, അവൻ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു വെളിച്ചപ്പാടത്തിൽ ലക്ഷണം പറഞ്ഞ് യജമാന്മാർക്ക് വലിയ ലാഭം വരുത്തുന്നവൾ സ്തോത്ര പൗലോസിനെ ശീലാസിനെ കണ്ടപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം ഞങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. Then we see that there was a slave girl possessed with the spirit of divination, making profit for her masters, and she calls out and says, "These men are the servants of the Lord." ഈ സമയത്ത് പൗലോസ് മുഷിഞ്ഞ് അവളെ നോക്കി അവളെ
അവളെ തിരിഞ്ഞു നോക്കി. Now we see that Paul looked intently at her. അവളിലുള്ള ഭൂതത്തോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവാൻ കൽപ്പിച്ചു. And he commanded that spirit, I command you in the name of Jesus to come out of her. അപ്പോൾ ദൈവവചനം പറയുന്നു അത് അവളെ വിട്ടുപോകാനിടയായി തീർന്നു. And we read that in that very hour that spirit came out. 19ാമത്തെ വാക്യത്തിൽ പറയുന്നു, യജമാന്മാരുടെ ലാഭം പോയി കണ്ടത് മൂലം സ്തോത്രം ഇപ്പോൾ യജമാന്മാർ തങ്ങളെ പിടിച്ച് ചന്തസ്ഥലത്ത് കൊണ്ടുപോയി തന്നെ തങ്ങളെ അടിപ്പിക്കുവാനിടയായി തീർന്നു. And we see in verse 19, because the masters lost their profit, they take Paul and Silas and they beat them and locked them. അതിനുശേഷം അടുപ്പിച്ച ശേഷം തടവിലാക്കി ഒരു കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. And they commanded a keeper of the prison to take care of these prisoners having beaten them. 25ാമത്തെ വാക്യത്തിൽ പറയുന്നു, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു. Then we read, in the midnight hour, Paul and Silas began to worship the Lord. ഒന്ന് പോസ് ചെയ്യണം. We need to pause here. എന്തുകൊണ്ടാണ് പൗലോസും ശീലാസും ഇവിടെ പ്രാടി ദൈവത്തെ സ്തുതിച്ചത്? Why did Paul and Silas sing and worship the Lord? ഒരു ബിബ്ലിക്കൽ സ്കോളർ ഇതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. A biblical scholar responded in the following way. മാസിഡോണിയക്കാരൻ ഒരുവൻ തന്നെ ദർശനത്തിൽ വിളിച്ചു എന്ന് ഞാൻ ചില നിമിഷങ്ങൾ മുമ്പ് പറഞ്ഞു. I reminded you a few minutes ago that it was a Macedonian man in the vision calling for help. അപ്പോൾ ആ മാസിഡോണിയക്കാരന്റെ മുഖഭാവമാണ് ഈ മക്കദോന്യക്കാരൻ ഈ കാരാഗ്രഹ പ്രമാണിയുടെ. We now see that it is the same facial features of the prisoner of the guard of the prison sitting in that prison guarding them. അന്ന് തന്നെ വിളിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ സഹായിക്കണമെന്ന് പറഞ്ഞാ വിളിച്ചത്. The call was come and help us. അപ്പോൾ സഹായിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും ഇപ്പോൾ കാരാഗ്രഹ പ്രമാണി ഇവനെ ആമത്തിൽ പൂട്ടപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. Even though the call was to come and help us, we see that the guard of the prison is seeing two people in their chains. എന്നാൽ സ്തോത്രം അകത്ത് നിയോഗമുള്ള പൗലോസ് സ്തോത്രം ഇപ്പോൾ കാരാഗ്രഹ പ്രമാണിയെ കണ്ടപ്പോൾ, ആ പഴയ മാസിഡോണിയക്കാരനെ കണ്ടപ്പോൾ, ആ ദർശനത്തിൽ കണ്ടപ്പോൾ സ്തോത്രം പൗലോസ് ശീലാസ് ഒന്ന് തീരുമാനിച്ചു, ഞങ്ങൾ പാടി സ്തുതിക്കും. Now when they saw that there was a purpose of God on the inside of them and they witnessed the face of the prison guard, they recognized it was the Macedonian man from the vision and they sang and praised the Lord. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഇന്നലെ കഴിഞ്ഞ പകൽ മുഴുവൻ അടിയേറ്റ് ശരീരം മുഴുവൻ വിങ്ങിയിരിക്കുകയാണ്. All day long they were beaten and bruised. ശരീരം മുഴുവൻ വേദന അനുഭവിക്കുകയാണ്. And they're experiencing great pain in their എന്നാൽ body. പൗലോസിന് ഒരു കാര്യം അറിയാം, മാസിഡോണിയ വന്നത് വെറുതെ ഒരു കാരാഗ്രഹത്തിൽ കിടപ്പാനല്ല, മാസിഡോണിയക്കാരൻ ഒരുവനെ വിടുവിക്കാനായി ഇവിടെ വന്നത്. But Paul knew that he did not come to Macedonia to live inside a prison, but to find a Macedonian man. അപ്പോൾ വിടുവിക്കാൻ വന്ന പൗലോസ് ഇപ്പോൾ കാരാഗ്രഹ പ്രമാണിയെ അവന്റെ കണ്ണിന് മുൻപിൽ കണ്ടപ്പോൾ പൗലോസ് ശീലാസൻ തീരുമാനിച്ചു, ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല, ഞങ്ങൾ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ. When they saw the Macedonian man from their vision in front of them in the prison guard, they began to put their hands together and sing and worship the Lord. ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. They began to worship the Lord. പുസ്തകം പറയുന്നു, അവർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. And the book says when they worshiped the Lord, the foundation of the prison was shaken. ഒരു ദൂത് ഞാൻ പറയാം. Let me tell you a word this morning. നിയോഗം അകത്തുണ്ടെങ്കിൽ, if your purpose is on the inside, നിന്റെ കൈയടിയുടെ ശക്തി കൊണ്ടല്ല കാരാഗ്രഹം കുലുങ്ങുന്നത്. what has kept you in the prison is not the work of the hands of man. നിയോഗം അകത്തുള്ളവൻ അവൻ കൽപ്പിച്ചാൽ ഭൂതം അലറിയോടും. If the purpose filled man of God commands, even the demons will flee. നിയോഗമുള്ളവൻ വചനം പറഞ്ഞാൽ അവിടെ ജനം വിടുവിക്കപ്പെടും. If a purpose filled person preaches the word, the people are liberated. നിയോഗമുള്ളവൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി സ്തോത്ര അവൻ ദൈവത്തെ സ്തുതിച്ചാൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കൊള്ളുന്നു. If a purpose-filled man of God begins to worship the Lord, the foundation of the prison will shake. അങ്ങനെയാണെങ്കിൽ വെല്ലുവിളി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലോ, if there is any challenge declared against you, കാരാഗ്രഹം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലോ, if you have a prison life in your life, ചങ്ങലകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലോ, if you have chains in your ഇതിന്റെ life, എല്ലാം നടുവിൽ നിയോഗമകത്തുള്ളവനാണ് നീയെങ്കിൽ
നിന്റെ ജീവിതത്തിലൂടെ ഞാൻ എന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും In the midst എന്റെ of ദൈവം all ഇന്ന് of രാവിലെ this, ആരോടോ ദൂത് വിളിച്ചു പറയുകയാണ്. in the midst of all of this, if the purpose of God is on the inside, God is telling you this morning, I will fulfill that purpose through all of these things. ഓ സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ Can സ്തുതിച്ചാട്ടെ. you praise God this morning and give him the ഓ glory? രാബ ശംധര ഇന്ന് രാവിലെ Hallelujah. ആത്മാവിൽ നിയോഗം ഏറ്റെടുക്കും ദൈവത്തെ സ്തുതിച്ചാട്ടെ. If you are receiving that purpose, begin to praise God this ദൈവവചനത്തോട് morning. മത്സരിക്കാതെ ഇന്ന് രാവിലെ ദൈവവചനത്തിന് മുൻപിൽ കീഴ്പ്പെട്ട് ഈ രാവിലെ വചനത്തിന് മുൻപിൽ സ്തോത്രം പറഞ്ഞാട്ടെ. Begin to praise God, submitting before the word of God this morning. ഓ രാബ ശംധരേ റിയംഭബ. ഇന്ന് രാവിലെ ദൈവത്തിന് നിന്നെക്കുറിച്ച് നിയോഗമുണ്ട്. God has a purpose for your life. Hallelujah. സ്തോത്രം. Hallelujah. Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. Rekhabara. Shakatala barayatalo. Rekhamama mana bhana. Dera mana dhara dhara. Rekatala bara shakatala yatalo. ഉരാബ ശംധര ബബ. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഇഞ്ച സിസ്റ്ററെ Yes. ആ 16-ാം അധ്യായത്തിൽ ഞാൻ അത് അവസാനിപ്പിച്ച് ഇങ്ങനെ വായിക്കാം. I'm reading the last verse of chapter 16. ഇപ്പോൾ കാരാഗൃഹ പ്രമാണി വിടുവിക്കപ്പെട്ടു. Now the prison guard has been liberated. അന്ന് രാത്രി മുഴുവൻ അവരോട് വചനം പൗലോസ് പ്രസംഗിച്ചു. All night long Paul preaches the gospel to them. അവൻ രാത്രി ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി On that very night he gathered them. അവരുടെ മുറിവുകളെ കഴുകി. And the guard and his family washed their bruises. ഇന്ന് രാവിലെ ആത്മാവിൽ ദൂത് പറയാം. Tonight, this morning, the Holy Spirit is calling out a word. ഇന്നലകളിൽ നിന്നെ മുറിപ്പെടുത്തിയവർ പോലും Even those that bruised you in your yesterdays. ഇന്ന് രാവിലെ നിന്റെ മേലുള്ള നിയോഗം പൂർത്തീകരിച്ചു തുടങ്ങുമ്പോൾ When you begin to fulfill the purpose of God over your life, അവർ നിന്റെ മുറിവുകളെ കഴുകും. those people will. അവർ നിന്റെ മുറിവുകളെ കഴുകും. അവർ നിന്റെ മുറിവുകളെ കഴുകും. Those people will bind your wounds. വചനം പറയുന്നു താനും തനിക്കുള്ളവർ മുഴുവൻ സ്നാനമേറ്റു. The word of God says he and his household were baptized. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് And receiving them into their house. അവർക്ക് ഭക്ഷണം കൊടുത്തു. The Bible says they fed Paul and ആർക്ക് ഭക്ഷണം Silas. കൊടുത്തെന്ന Who fed Paul and Silas? കാരാഗൃഹ പ്രമാണി ഇപ്പോൾ ഭക്ഷണം കൊടുത്തത് പൗലോസിനും ശീലാസിനും. The guard of the house and his household are feeding Paul and Silas. കാരാഗൃഹ പ്രമാണി The guard of the house, the commander of the prison. നിന്റെ പരിപാടി എന്തായിരുന്നു? What was your job? ഇവരെ ചങ്ങലക്കകത്ത് പൂട്ടിയിടുക. Your job was to put them in chains. എന്നാ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയപ്പോ But when the foundation of the prison was shaken, പ്രമാണി ഇപ്പോൾ അവരുടെ മുറിവ് കഴിയുന്നു മാത്രമല്ല not only has the commander washed their wounds, അവരെ വീട്ടിൽ കൈക്കൊണ്ടു. he received them into their അവർക്ക് house. ഭക്ഷണം കൊടുത്തു. He fed them. അപ്പോൾ സംഭവിച്ചൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. We see about what happens there. വീടടക്കം ആനന്ദിച്ചു. The whole house rejoiced in the Lord. അതായിരുന്നു വെളിപ്പാട്. അപ്പോൾ ഏതോ ദുഃഖിച്ചു നിന്ന മക്കദോനിയക്കാരനാ വിളിച്ചത്, കം ഹെൽപ്പ് മീ. It was some distressed man from Macedonia calling for help. ഇന്നലെ വരെ അകത്ത് ആനന്ദമില്ലാത്ത ഒരുവനാ വിളിച്ചത്, കം ഹെൽപ്പ് മീ. Until yesterday there was a man who had no joy in his heart calling out for help. അവനൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു, കാരാഗൃഹ പ്രമാണി എന്ന. His profession was to be the commander of a prison. അവൻ കണ്ടവരെ തടവുകാരെയും ചങ്ങലക്കിട്ടവരെയും കൊലപാതകന്മാരെ മാത്രം അവൻ കണ്ടിട്ടുള്ളത്. He has only seen criminals and prisoners and murderers. എന്നാൽ നിയോഗമുള്ളവനെ അവൻ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. He has never met a person with a purpose on the inside.
കാരാഗ്രഹപ്രമാണി ഇതുവരെ നിയോഗമുള്ളവനെ കണ്ടില്ല. The commander of the prison has never met a purpose-filled man until now. അപ്പൊ കാരാഗ്രഹപ്രമാണി ഈ കാരാഗ്രഹം എന്തിനാ കുലുക്കിന്നറിയാ? Do you know what the prison actually അവൻ denotes? ഇതുവരെ അത്ഭുതം കണ്ടിട്ടില്ല. They have never seen a miracle. അവന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു വീരപ്രവൃത്തി അവൻ കണ്ടിട്ടില്ല. He has never seen a victory in his life. കാരാഗ്രഹപ്രമാണി ജീവിതത്തിൽ ഒരു അത്ഭുതം In കണ്ടിട്ടില്ല. his life, the prison guard has not seen a miracle. എന്നാൽ അവനെ അത്ഭുതം കാണിക്കാൻ കാരാഗ്രഹം കുലുക്കി. But to make them see a miracle comes a Paul. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അങ്ങനെയാണെങ്കിൽ ചിലരെ എന്തൊക്കെയോ കാണിക്കാൻ ചിലതൊക്കെ ദൈവം കുലുക്കും. That means God has called you to show some things to some people. Oh, Rabapaba. Ribapaba. Ribapaba. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. പൗലോസേ, ഞാൻ അവസാനിപ്പിക്കുക. I'm coming to an end, Paul. നീ അടിയേറ്റെങ്കിലും, Even though you are bruised, നീ ജീവിതത്തിൽ ഇപ്പോൾ വെല്ലുവിളി നേരിട്ടെങ്കിലും, even though you have faced many challenges in your life, അതിനൊരു കാരണമുണ്ടായി. there was a reason for that. ഒരു വീട് ആനന്ദിക്കാൻ കാരണമായി There തീർന്നു. one household was able to rejoice because of it. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നീ ഏക്കുന്ന അടി, Your bruises today, നീ ഏക്കുന്ന വേദന your pain today ഏതൊക്കെയോ വീടുകൾക്ക് ആനന്ദമായി will become തീരുകയാണ്. a joy to some households tomorrow. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഇതിനകത്ത് ചിലതിനോട് ആത്മാവിന്ന് രാവിലെ ഭയങ്കര വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. The Holy Spirit is speaking to some of us in a very പരിശുദ്ധാത്മാവ് specific പ്രത്യേകിച്ച് fashion. രണ്ട് കുടുംബത്തെ എന്റെ മുൻപിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. God is showing me two families. ഇന്ന് രാത്രി ഈ രാവിലെ ആ രണ്ട് കുടുംബത്തോട് ആത്മാവ് നൂത് പറയുന്നു. The Lord is calling out a prophetic word to two families in this room. ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി എന്തെന്ന് ചോദിച്ചാൽ, The reason you're facing these challenges മറ്റു today ചിലതിന് അനുഗ്രഹമായി തീരേണ്ടതിന്, മറ്റു ചിലതിന് ആനന്ദമായി തീരേണ്ടതിന് നിന്നെ ഈ മേഖലയിലൂടെ ആത്മാവ് നടത്തുകയാണ്. God is leading you through all of this, that you may become a blessing to some people, that you may become a joy to some people. യെരമ്യാവേ, Jeremiah, നീ എന്തിനാണ് ആമത്തിൽ കിടക്കുന്നത്? why are you hopeless? നീ എന്തിനാ കുണ്ടറയിൽ കിടക്കുന്നത്? Why are you in the cave? കാരണം നീ ദൈവിക ആലോചന വിളിച്ചു പറഞ്ഞിട്ടല്ലേ? Are you not called out for the purpose of God? എന്നാൽ യെരമ്യാവേ, Jeremiah, നിന്റെ ജീവിതത്തിലെ നിരാശ വഴിമാറുന്ന എപ്പോഴാണെന്നറിയാമോ? do you know when your hopelessness is removed from your life? 29-ാം അധ്യായത്തിൽ നീ എഴുതി വെച്ചിട്ടുണ്ട്, You have written in Jeremiah ജനം 29, ബാബേൽ പ്രവാസത്തിൽ പോയാലും even if we go into captivity in ആ Babylon, പ്രവാസത്തിൽ നിന്ന് 70 വർഷം കഴിയുമ്പോൾ ഞാൻ അവരെ മടക്കി എടുക്കും. after 70 years of captivity, I will bring them out of അപ്പോ Babylon. അടുത്ത ഒരു ജനറേഷൻ ദാനിയേൽ, Then there is a generation in which is Daniel. അടുത്ത ജനറേഷൻ ദാനിയേലിന് In വേണ്ടി the next generation, Daniel, നീ കുണ്ടറയിൽ കിടന്ന് എഴുതപ്പെട്ട ആ വചനം ഉപകാരമായി പഠിക്കും. you are suffering in your cave for the sake of Daniel. നിന്റെ പുരുഷാഴ്ച നീ വിടുതൽ കണ്ടില്ലെന്ന് വരും ചിലപ്പോ. It may be that you may never see a deliverance in this lifetime. നിന്റെ ജീവിതം മുഴുവൻ കുണ്ടറയ്ക്കകത്തായിരിക്കും. Maybe your life is inside the cave. എന്നാൽ ചിലതിനെ പ്രവാസത്തിൽ നിന്ന് പുറത്തെടുക്കുവാൻ ആ കുണ്ടറ
സ്തോത്രം, അത് സഹായിക്കുകയാണ്. Your cave is making a way to bring help for somebody in the next generation. അതിന്റെ പേരാണ് നിയോഗം. That is what the purpose of God is. പിതാക്കന്മാരെ ഇന്ന് രാവിലെ കേക്ക്. Fathers, listen to me. നിന്റെ തലമുറയെ നിനക്ക് ജനിപ്പാനുള്ള നിന്റെ സ്തോത്ര തലമുറകളുടെ തലമുറയെയും സ്തോത്ര ആത്മാവിൽ നയിക്കാനുള്ള ചില നിയോഗത്തിനായിട്ടാണ് ഈ കാലഘട്ടത്തിൽ നിന്നെ ദൈവം പുരുഷായുസ് തന്ന് ശേഷിപ്പിച്ചു വെച്ചിരിക്കുന്നത്. God is leading you into this path that you may lead your children and their children in the ways of the Lord. അതുകൊണ്ട് വചനത്തോട് മറുതലിക്കാതെ ആത്മാവിൽ വചനം ഏറ്റെടുക്കുന്നെങ്കിൽ നിന്റെ തലമുറയ്ക്കോ നിന്റെ തലമുറയുടെ തലമുറയ്ക്കോ ഈ വചനം അനുഗ്രഹമായി തരും. If you don't resist the word of God this morning, this word will bless your children and your children's children. ഓരാബാ ശേതേരിയംപബാ ലോഷാതാരിയംതരേ വിബപ്പബാരിഗതരേ വിഗതരാജന ബബതരാജന വിബപ്പബാ ശതാരിയംതരാ. Shall we all stand up in the presence of God? നമുക്കെല്ലാവർക്കും ദൈവ സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കാം.